നാണുവിന്റെ പ്രതിമ വെച്ചും അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ വൈകൃതമായും ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നു. അപ്പം അത് ഇവിടുത്തെ ഹിന്ദു വിശ്വാസത്തെ എതിർക്കുക എന്നൊരു സ്വഭാവ രീതിയല്ലായിരുന്നോ? ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും CPM അദ്ദേഹം ഉദ്ദേശിച്ചത് ആദരണീയനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ വാക്കൊന്ന് തിരുത്തണം. സിമന്റ് നാണു എന്ന് സിമന്റ് നാണു എന്ന വാക്ക് തിരുത്തിയേ പോകാൻ പാടുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ്. ഒരു മതവിശ്വാസത്തെ ആക്ഷേപിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വരാൻ പാടുള്ളൂ. ഒന്ന്. മറ്റൊരു കാര്യം, ഈ ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഓപ്പൺ സർവകലാശാല തുടങ്ങി, അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിച്ചു. അത്തരമൊരു സമീപനം വരാൻ പാടില്ല. ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സമീപനം ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി പരിപാടി നടത്തിയാളെന്നുള്ള നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത് മോശമാണ്. ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യനെ ഇത്തരം ഒരു വേദിയിൽ വന്ന് ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. പറയും പുള്ളി ഇവിടെ പറയും. BJP ഏറ്റവും അങ്ങേയറ്റം ആദരവോടെ കാണുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ തന്നെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് BJPയുടെ നിലപാട് അങ്ങനെ തന്നെയാ. BJP ബഹുമാനത്തോടെ കാണുന്നേ. പറഞ്ഞാണോ പറയുന്നത്? അതായത് ഇവരുടെ പഞ്ചായത്ത് മെമ്പറായ ആനയമേടെ നിലപാടാണ്. ഇത്രയും ആനയമേടെ നിലപാടാണ് ഇപ്പൊ പറഞ്ഞ സാമ്രാതാണ്. സിമന്റ് നാട് വിളിച്ചാൽ ന്യായീകരിക്കുകയാണ് ഇവര്. ആരും ന്യായീകരിക്കാൻ പാടില്ല. അത് ഞാൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. അതിന് ഞങ്ങൾ 3 പേർക്കും വേണ്ടി പറയാം. ഒരു മതവിശ്വാസത്തെ ഞങ്ങൾ ആരും അധിക്ഷേപിക്കില്ല, അതിനോട് യോജിക്കുകയില്ല. അതല്ല, ചോദ്യം വളരെ ബോധപൂർവമാണ്. ശ്രീനാരായണ ഗുരുവിന് വേണ്ടി എന്ത് ചെയ്തു ഇടതുപക്ഷം എന്ന് ചോദിക്കുന്നതിന്, അങ്ങനെ ചോദിക്കുന്നവരെ സിമന്റ് നാണു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ലജ്ജയുണ്ടെങ്കിൽ ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്നു. അത് കേട്ടവർ എല്ലാവർക്കും വേണ്ടി ക്ഷമ പറയുകയല്ലേ ചെയ്യേണ്ടത്. ആരാണെങ്കിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുവാൻ പാടില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിശ്വാസത്തെയും ബഹുമാനിച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധിയാണ് ചോദിച്ചതെന്നുള്ളതിൽ ഇദ്ദേഹം വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഞാനാണ്. അദ്ദേഹം പോയി. നമുക്ക് പരിപാടി അവസാനിക്കണം. പറയൂ. ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ഞാനാണ് എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആര് പറഞ്ഞാലും ഏറ്റവും മോശമായ പരാമർശം ഖേദകരമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എല്ലാവിധ വിശ്വാസങ്ങളെയും മാനിക്കുകയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് ആദരവോടെ കണ്ടുകൊണ്ട് നമുക്കൊരു പൊതുസമൂഹമായി മുന്നോട്ട് പോകുവാൻ എല്ലാവരും തയ്യാറാവണം. ആ പരാമർശം അങ്ങേയറ്റം അപലപനീയമാണ്. യാതൊരു സംശയമില്ല ഇതില്. അതിന് BJPക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. മറിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളെ മുന്നണി മത്സരിച്ച BJP ആര്യാടല്ല. നിങ്ങളുടെ നേതാവ് അവസാനിപ്പിക്കാം. പ്രസ്ഥാനമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അറിയിക്കും. നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു പരിപാടി, ഇത് ലൈവായിട്ട് പോകുന്ന ഒരു പരിപാടി കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. നമുക്ക് ഒരു ചോദ്യത്തോടു കൂടി പരിപാടി അവസാനിപ്പിക്കാം. ഒറ്റ കക്ഷയോടുകൂടി. ഒരു ദൈവത്തെയും ഒരു സമൂഹത്തെയും അധിക്ഷേപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്ക് തുടരാം.